നമസ്കാരം. പശ്ചിമ ബംഗാൾ ആവർത്തിക്കുമോ എന്ന ഭീതിയിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് നേതൃത്വം മുക്തമാകുന്നതിന് മുൻപേ അണികളിൽ രോഷമണപൊട്ടുകയാണ്. CPM-ന്റെ ഉറച്ച കോട്ടകളിൽ പോലും UDF വിള്ളലുണ്ടാക്കിയതോടെ പാർട്ടി നേതൃത്വത്തിനെതിരെ രോഷം അണപൊട്ടുകയാണ്. ഇതിന്റെ ഭാഗമായി അഴീക്കോട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ P. ജയരാജനെ അനുകൂലിച്ചും ഔദ്യോഗിക നേതൃത്വത്തെ തള്ളിയും ഫ്ലെക്സുകൾ ഉയർന്നു. P. ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന വാചകങ്ങളുമായിട്ടാണ് അഴീക്കോട് മണ്ഡലത്തിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നയങ്ങൾ പാർട്ടിയെ തകർത്തുവെന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. PJ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അച്ചടക്കവും വീര്യവും ഇപ്പോൾ പാർട്ടിക്കില്ലെന്നാണ് അണികളുടെ പക്ഷം. ജനകീയനായ നേതാവിനെ മൂലക്കിരുത്തി നൂലിൽ കെട്ടിയിറക്കിയ നേതാക്കളെ വാഴിച്ചതിന്റെ പരിണിത ഫലമാണ് ഈ തോൽവിയെന്ന് സോഷ്യൽ മീഡിയയിലും വിമർശനം കടുക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KK രാഗേഷും പരാജയപ്പെട്ടുവെന്നാണ് അണികളുടെ ആരോപണം. തളിപ്പറമ്പിൽ സ്വന്തം ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ ഗോവിന്ദന്റെ നടപടിയെ കുടുംബ രാഷ്ട്രീയമെന്ന് വിളിച്ചാണ് അണികൾ പരിഹസിക്കുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും പാർട്ടി വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്നുമുള്ള ആവശ്യത്തിന് ശക്തി കൂടിയിട്ടുണ്ട്. ജില്ലയിലെ വോട്ട് വിഹിതത്തിലുണ്ടായ വൻ ഇടിവും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും ഭൂരിപക്ഷം കുറഞ്ഞതും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. P. ശശിയെ പോലെയുള്ളവരെ സംരക്ഷിക്കുകയും ജനകീയ നേതാക്കളെ തഴയുകയും ചെയ്യുന്ന പിണറായി ശൈലിക്കെതിരെയുള്ള പടയൊരുക്കമായി ഇതിനെ കാണാം. വരും ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും നേതൃമാറ്റത്തിനു വേണ്ടിയുള്ള മുറവിളി ശക്തമാകുമെന്ന് ഉറപ്പാണ്. കണ്ണൂരിലെ ഈ ഫ്ലെക്സ് വിപ്ലവം AKG സെന്ററിനെ പോലും വിറപ്പിക്കുന്നുണ്ട്. അണികളുടെ വികാരം ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകുമോ അതോ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് സ്വയം പരിശോധിച്ച് തിരുത്തേണ്ട പാഠഭാഗങ്ങൾ ഉണ്ടെന്നും അത് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് ഫലം സംബന്ധിച്ച് P. ജയരാജൻ പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നുവരും. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്നായിരുന്നു P. ജയരാജൻ പറഞ്ഞത്. മൂർത്തമായ അത്തരം പ്രശ്നങ്ങളും പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാകില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നും P. ജയരാജൻ പ്രതികരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ പാർട്ടി യോഗങ്ങളിൽ വിമർശനം ഉയർന്നേക്കും. MV ഗോവിന്ദൻ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം വരെ നേതൃയോഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന നിലപാടുകാരും പാർട്ടിക്കുള്ളിലുണ്ട്. തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകണമെന്ന് P. ജയരാജൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജനവിധിയെ പരിഹസിക്കുന്നതായിരുന്നു PB അംഗം വിജയരാഘവന്റെ പ്രതികരണം. LDF-ന് മാത്രമല്ല തങ്ങൾക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് നേതൃത്വത്തിന് മുന്നിലേക്ക് CPM അണികൾ കൂടി പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ആഘാതത്തിൽ നിന്ന് കരകയറാൻ CPM-ന് കുറച്ചധികം സമയമെടുക്കും. തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനൊപ്പം വിമർശനങ്ങളും ഉണ്ടാകും. കണ്ണൂരിലെ പാർട്ടിയുടെ നെടുങ്കോട്ടകളെ ഇല്ലാതാക്കിയത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമാണെന്ന് വിമർശിക്കുന്നവർ നേതൃത്വത്തിൽ തന്നെയുണ്ട്. അത് യോഗങ്ങളിൽ ഉയർന്നു വരുമോ എന്നും അറിയാം. പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം തിരിച്ചടിച്ചുവെന്ന് പറയാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ എന്നും കാത്തിരുന്ന് കാണണം. തിരുത്തേണ്ടുന്ന ചില കാര്യങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ടെന്ന P. ജയരാജന്റെ Facebook പോസ്റ്റ് ചില സൂചനകൾ നൽകുന്നുണ്ട്.